ലൈഫിലൊരു ഇഷ്യൂ ഉണ്ടാകുന്നു എന്നുള്ളതൊരു വലിയ കോയിൻസിഡൻസ് ആയിട്ടാണ് തോന്നുന്നത്. അത് സിനിമയുമ്പോഴേ നമുക്കറിയാം ഈ ഇഷ്യൂ എവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു എൻകൗണ്ടർ സംഭവിക്കുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇതേതാണ്ട് സിനിമയും ജീവിതവും റിയൽ ലൈഫും ഒക്കെ ഏതാണ്ട് ഒരുമിച്ച് വന്ന പോലെയുള്ള ഒരു വളരെ ആകസ്മികമായിട്ടുള്ളൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ആ വിഷയം കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ സഹായിക്കും. ആ വിഷയത്തിന്മേൽ കുറച്ചുകൂടി ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാവാൻ പൊതുസമൂഹത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നുമൊക്കെ ഒരു ഇടപെടലുണ്ടാകാൻ സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത്. സിനിമ ഒരു പൊളിറ്റിക്കൽ സിനിമ തന്നെയാണ്. മാവോയിസ്റ്റ് ഇഷ്യൂ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ആ വിഷയത്തെപ്പറ്റി വളരെ ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അത് ഒരു മാനുഷികമായ വശത്തിൽ നിന്നാണ് ആ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്നതിനപ്പുറത്തോട്ട് അതിൻ്റെ ഒരു മാനുഷിക വശങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. വളരെ കണ്ടംപററി ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ആ സിനിമ. ഭരണകൂടവുമായി നിരന്തര സംഘർഷങ്ങളാണ് ഡോക്ടർ വിജയൻ്റെ സിനിമ എപ്പോഴും പുലർത്താറുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഭരണകൂടവുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഉണ്ടാകുന്ന സിനിമകൾ നമുക്ക് പൊതുവെ കുറവാണ്. നമ്മളെപ്പോഴും ഒരു സേഫ് സോണിലാണ് പല സിനിമകളും സഞ്ചരിക്കുന്നത്. വളരെ ഓപ്പണായിട്ട് നമ്മൾ ഭരണകൂടത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ മടിക്കുക, നിലവിലുള്ള വ്യവസ്ഥാപിതമായ കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ മടിക്കുക, മറിച്ച് കുറച്ചുകൂടെ സൗന്ദര്യ സങ്കല്പമായിട്ടുള്ള സിനിമകളിലേക്ക് വഴിമാറുക എന്നുള്ളത് നമ്മൾ സ്ഥിരം അനുവർത്തിച്ചു വരുന്നൊരു ശീലമാണ്. അപ്പോൾ അതിൽ നിന്നും മാറി നടന്ന് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷയങ്ങളെ, പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ ഒരു മാർജിനൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ വിഷയങ്ങൾ സിനിമയിലേക്ക് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയും ആരെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത്തരം സിനിമകളിൽ കൃത്യമായിട്ട് അങ്ങനെയുള്ള സിനിമകളിൽ തന്നെ തുടരുന്നത്. പേരറിയാത്തവർ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത സിനിമയാണ്. അതുപോലെ കാടുപൂക്കുന്ന നേരത്തെ പറ്റിയുള്ള പ്രതീക്ഷ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ കണ്ടംപററി ഇഷ്യൂസുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും സിനിമയ്ക്കൊരു പ്രവചന സ്വഭാവം പോലെ വന്നിരിക്കുന്നതുകൊണ്ടും ഒരുപക്ഷെ ആ സിനിമ വളരെ കുറച്ചുകൂടി കൂടുതലായിട്ട് തന്നെ സ്വീകരിക്കപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനും വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടും. ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷന് വേണ്ടിയിട്ട് ഇത് ഓപ്പൺ ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ആവർത്തിക്കപ്പെടുന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഇന്നും കേരളത്തിൽ കൂടി ആവർത്തിക്കുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കൂടെ സിനിമയെ നോക്കി കാണുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ്. കാരണം ഒരു മാവോയിസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിൻ്റെ ഒരു അക്രമ സ്വഭാവത്തോട് നമുക്കൊക്കെ എതിർപ്പുണ്ടെങ്കിൽ തന്നെയും അവരും ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതല്ലാതെ ഒരു കൊള്ളക്കാരോ മറ്റ് വിധ്വംസ പ്രവർത്തകരോ ഒന്നുമല്ല. അപ്പോൾ അത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നേരിടേണ്ടത്, ഭരണകൂടം നേരിടേണ്ടത് അവരെ കൊന്നൊടുക്കിയിട്ടല്ല, അവരോട് ആശയപരമായിട്ട് ചർച്ച ചെയ്യും, അവരെ സമവായത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചുമൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശയപരമായ രീതികൾക്കുള്ള ഇടങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവരെ ഒളിച്ചിരുന്ന് വേട്ടയാടി പിന്തുടർന്ന് വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതി ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. അപ്പോൾ അത്തരം ഒരു ചർച്ചയാണ് കൂടുതലായിട്ട് ഈ വിഷയത്തിൽ ഉയർന്നു വരേണ്ടത്.